2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് വളരെ കരുതലോടുകൂടി മുന്നോട്ട് നീങ്ങുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ അവർ ചെയ്യുന്നത് ഘടകകക്ഷികൾക്ക് കൊടുക്കുന്ന സീറ്റുകളിൽ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലും ഇടപെടാൻ തുടങ്ങിയിരിക്കുകയാണ്. കാരണം വിജയം ഉറപ്പാക്കണം, അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ളതല്ല കാണുന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം വളരെ കരുതലോടുകൂടി തന്നെ വേണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. മുന്നണി അത്തരത്തിലുള്ള ചില സംവിധാനങ്ങളാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, UDFിലെ പ്രധാന ഘടകകക്ഷി മുസ്ലിം ലീഗാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കുന്ന സീറ്റുകൾ അവർ പരമാവധി നിയമസഭയിൽ എത്തിക്കും. ലീഗുകാർ ഇത്തവണ പല വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നുണ്ട്. കോൺഗ്രസുമായിട്ട് സീറ്റ് വെച്ചു മാറാൻ തയ്യാറാകുന്നുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ മണ്ഡലം തന്നെ കെ മുരളീധരന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തിരുവമ്പാടി മണ്ഡലം ജോസ് കെ മാണി UDFിലേക്ക് വരികയാണെങ്കിൽ അവിടെ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി നിൽക്കുകയാണ് ലീഗ്. അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി നിൽക്കുന്നത് എങ്ങനെയും ഭരണത്തിലെത്തുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതേ വിട്ടുവീഴ്ചയ്ക്ക് മറ്റ് പല ഘടകകക്ഷികളും തയ്യാറാകുന്നുണ്ട്. തയ്യാറായേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് പിന്നീട് UDFിൽ വരുന്ന അടുത്ത ഘടകകക്ഷി. ജോസഫ് ഗ്രൂപ്പിന് ഇപ്പോൾ നിലവിൽ 2 MLA മാത്രമാണുള്ളത്. ഒന്ന് PJ ജോസഫ്, മറ്റൊന്ന് കടുത്തുരുത്തിയിലും മോൻസ് ജോസഫ്. PJ ജോസഫ് തൊടുപുഴയിൽ നിന്നാണ്. ഇനിയിപ്പോൾ അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ PJ ജോസഫ് മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കും. അദ്ദേഹം പാർട്ടിയുടെ ചെയർമാനായിട്ട് തന്നെ നിൽക്കും. എന്നിട്ട് അബു ജോസഫിനെ തൊടുപുഴയിൽ നിർത്തി മത്സരിപ്പിക്കും. ഈ പാർട്ടി ചെയർമാൻ സ്ഥാനം ഒന്നും അവർ വിട്ടുകൊടുക്കത്തില്ല. കാരണം ഇതൊക്കെ ഇവരുടെ ഒരു കുടുംബ സ്വത്തല്ലേ. ഇപ്പോൾ ജോസ് കെ മാണി ആയാലും എല്ലാം അങ്ങനെ തന്നെയാണ്. അത് പാരമ്പര്യമായിട്ട് കുടുംബത്തിൻ്റെ കൈകളിൽ ഇരിക്കുന്നതാണ്. അത് വിട്ടൊരു കളി അവർക്ക് ഇല്ല എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 2021 വരെ കൊടുത്തിരുന്നത് 9 സീറ്റുകളാണ്. ഇതിൽ 2 സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാൻ പോവുകയാണ്. അതായത് ഒന്ന് തൃക്കരിപ്പൂര് നമുക്കറിയാം, അവിടെ ആരെ കൊണ്ട് നിർത്തിയാലും ജയിക്കത്തില്ല. കേരള കോൺഗ്രസ് ജോസഫിന് കൊടുത്തിരുന്നതാണ്. അത് CPMന്റെ ഒരു കോട്ടയാണ്. പട്ടികനാനാരൊക്കെ നിന്ന് ജയിച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണ്. തൃക്കരിപ്പൂര് ഏറ്റെടുക്കുന്നു. കാരണം ഇപ്പോൾ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ നല്ല ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവിടെ ഇറക്കി ആ മണ്ഡലം പിടിക്കാനുള്ള എല്ലാ തരത്തിലുള്ള പ്രയത്നവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ ഭാഗവും നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കി ഓരോരോ മണ്ഡലങ്ങൾ എങ്ങനെ UDFിലേക്ക് അടുപ്പിക്കാം എന്നുള്ളതാണ് കോൺഗ്രസ് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തൃക്കരിപ്പൂര് ഏറ്റെടുക്കും. അതുപോലെ തന്നെ ഏറ്റുമാനൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ മണ്ഡലമാണ്. പണ്ടിത് മുതൽ തന്നെ കേരള കോൺഗ്രസിന്റെ കൈകളിലായിരുന്നത്. സുരേഷ് കുറുപ്പ് അവിടെ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ ഈ മണ്ഡലം CPMന്റെ കൈകളിലേക്ക് പോയി. പിന്നീട് ഇവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അവിടുത്തെ MLA VN വാസവനാണ്. VN വാസവൻ പണ്ട് കോട്ടയത്താണ് നിന്ന് മത്സരിച്ചത്. കോട്ടയത്ത് നിന്ന് തിരുവഞ്ചൂരിനെതിരെ മത്സരിച്ചു, പരാജയപ്പെട്ടു. തിരുവഞ്ചൂരിനെ ഭയന്നിട്ടാണ് VN വാസവൻ ഏറ്റുമാനൂരിലേക്ക് വണ്ടി കയറിയത്. VN വാസവന് കൃത്യമായിട്ട് അറിയാം തിരുവഞ്ചൂരിനോട് കളി നടക്കത്തില്ല. തിരുവഞ്ചൂർ നല്ല നേതാവാണെന്നേ, വെറും ഈ കാപഠ്യങ്ങളൊന്നും ഇല്ലാത്ത, മുഖ്യമന്ത്രിയാകാൻ വരെ യോഗ്യനായിട്ടുള്ള ഒരു നേതാവാണ് തിരുവഞ്ചൂര്. തിരുവഞ്ചൂര് തന്നെ ആയിരിക്കും കോട്ടയത്ത് മത്സരിക്കുക. അപ്പോൾ VN വാസവന് വലിയ ഭൂരിപക്ഷമൊന്നും 2021 കിട്ടിയിട്ടില്ല. ഇപ്പോൾ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുകൂടാഞ്ഞിട്ട് VN വാസവനെതിരെയുള്ള വൻ പ്രതിഷേധവും മണ്ഡലത്തിൽ നിൽക്കുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് VN വാസവൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മന്ത്രി കൂടിയാണ്.
ദേവസ്വം ബോർഡാണ് ഇപ്പോൾ ഇങ്ങനെ അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. ശബരിമല മുഴുവൻ കൊള്ളയടിച്ച സംഘം എന്നുള്ള രീതിയിലായിരിക്കും BJP ഏറ്റുമാനൂരിലും പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ അത് VN വാസവന് അത് ഭയവും ഉണ്ടെന്നുള്ളതാണ്. VN വാസവൻ ഏത് തരത്തിലെങ്കിലും ജയിച്ചു കയറാനായിട്ടുള്ള സർവ്വയജ്ഞവും നോക്കും. അപ്പോൾ അതുകൊണ്ട് ഏറ്റുമാനൂരിൽ കേരള കോൺഗ്രസ് മത്സരിച്ചാൽ പോരാ എന്നാണ് പാർട്ടി കരുതുന്നത്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2020 ജോസഫ് ഗ്രൂപ്പ് വലിയ നേട്ടമൊന്നും അവിടെ ഉണ്ടാക്കിയിട്ടില്ല. ജില്ലാ പഞ്ചായത്തുകളിൽ ഒന്നും തന്നെ അത് പാർട്ടി കാണുന്നുണ്ട്. പക്ഷെ ജോസഫ് ഗ്രൂപ്പ് എന്തായാലും ഇത് അംഗീകരിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാതെ വെറും ഒരു ശാഠ്യത്തിന് പോകുന്നില്ല. മുൻകാലങ്ങളിലാണെങ്കിൽ ജോസഫ് ഗ്രൂപ്പൊക്കെ വലിയ ശാഠ്യത്തിലേക്ക് പോകും. ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. കാരണം എന്തിനാണ്? എങ്ങനെയെങ്കിലും ഭരണത്തിലെത്തണം. 10 വർഷമായിട്ട് ഭരണമില്ലാതിരിക്കുകയാണല്ലോ. അതുപോലെ തിരുവല്ല ജോസഫ് ഗ്രൂപ്പാണ് UDFിൽ നിന്ന് മത്സരിക്കുന്നത്. തിരുവല്ലയിലും കോൺഗ്രസിനൊരു നോട്ടമുണ്ട്. പക്ഷെ അത് എത്ര വിട്ടുകൊടുക്കുമെന്ന് അറിയത്തില്ല. ഏറ്റുമാനൂരും തൃക്കരിപ്പൂരും എന്തായാലും ഉറപ്പാണ്. തിരുവല്ലയിൽ മാത്യു ടി തോമസ് ആണ് ഇപ്പോൾ LDFിലെ MLA. അവിടെ ഇപ്പോൾ മത്സരം വേറൊരു തരത്തിൽ മാറാൻ പോവുകയാണ്. അനൂപ് ആന്റണി തിരുവല്ലയിൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. അനൂപ് ആന്റണി BJPയിലെ ക്രൈസ്തവ മുഖമാണ്. അനൂപ് ആന്റണിക്ക് തിരുവല്ലയിൽ വലിയ സ്ഥാനമുണ്ട്. മർത്തോമാ സഭയുടെ ആസ്ഥാനം കൂടിയാണ് തിരുവല്ല. അവിടെ മർത്തോമാ സഭയുടെ കേന്ദ്രമാണ്. വോട്ട് മർത്തോമയ്ക്കാണ് കൂടുതലുള്ളത്. അത് പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതും പാർട്ടിക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അനൂപിനെ അവിടെ നിർത്തിയിരിക്കുന്നത്. BJP കണക്ക് കൂട്ടുന്ന ഉറപ്പായിട്ടുള്ള ഒരു മണ്ഡലമാണ് തിരുവല്ല. അപ്പോൾ അവിടെ കോൺഗ്രസിനെ ഇറക്കിയാലും ഒന്നും അവിടെ ഏശാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ കോൺഗ്രസിന് താല്പര്യമുള്ള ഒരു മണ്ഡലമാണ് ചങ്ങനാശ്ശേരി. അപ്പോൾ ഇതൊക്കെ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് അത്ര കയറി പിടിച്ചടക്കാൻ കഴിയത്തില്ല. കാരണം ഇതിനകത്തൊരു ജനാധിപത്യ മര്യാദ നിലനിർത്തണമല്ലോ. പിന്നെ ഉള്ളത് ഈ കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് എന്തായാലും മാറിക്കൊടുക്കത്തില്ല. അത് ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് വന്നാലും ജോസ് കെ മാണി അവിടെ ഒരു നോട്ടം ഇട്ടതാണ്. മോൻസ് മാറിക്കൊടുക്കത്തില്ല. ജോസ് കെ മാണി ഇപ്പുറത്ത് വന്നാലും പാലയിൽ കാപ്പൻ മാറിക്കൊടുക്കുമോ? കാരണം കാപ്പൻ വളരെ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നതാണ്. UDF ജയിച്ച് കാപ്പനും ജയിച്ചു വന്നാൽ കാപ്പൻ മന്ത്രിയാണ്. അപ്പോൾ എന്തായാലും അത് മാറിക്കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ജോസ് കെ മാണിക്ക് തിരുവമ്പാടി കൊടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷെ ജോസ് കെ മാണി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം അങ്ങനെ പാതി വഴിയിൽ നിൽക്കുകയാണ്. അന്തിമ തീരുമാനം എടുക്കാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ജോസഫ് ഗ്രൂപ്പിന് പിന്നീടുള്ളത് കുട്ടനാടും ഉണ്ടെന്നുള്ളതാണ്. കുട്ടനാട് അവർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ കുട്ടനാട്ടിൽ BJPയുടെ മുന്നേറ്റം കൂടെ നമ്മൾ നോക്കണം. BDJSന് വലിയ മുൻതൂക്കമുള്ള ഇടമാണ് അത്. കോട്ടയം ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും അതിർത്തി പങ്കിടുന്ന പ്രദേശവുമാണ്. കേരള കോൺഗ്രസിന് അത്ര പെട്ടെന്നൊന്നും വിജയിച്ച് കയറി വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. BDJS അവിടെ വലിയ സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് UDFന് തിരിച്ചടിയും ഉണ്ടാകും. കാരണം BDJS എവിടെ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി അവർക്ക് അല്പം ഹോൾഡ് ഉള്ളിടമാണെങ്കിൽ അവിടെ UDFന് പരാജയം സംഭവിച്ചിട്ടുണ്ട്. BDJS രൂപീകൃതമായ നാൾ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നാട്ടികയിലും മറ്റുമൊക്കെ അതാണ് സംഭവിച്ചത്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ കോൺഗ്രസ് അതിശക്തമായിട്ട് ഇടപെടുകയാണ്. അത് ഇടപെടുന്നത് കൊണ്ട് ഘടകകക്ഷികൾ യാതൊരു തരത്തിലുള്ള അതൃപ്തിയും പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ ഒരു വിലപേശലിലേക്ക് ഘടകകക്ഷികൾ നീങ്ങുന്നില്ല. കാരണം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. കാരണം ഇനി അധികാരത്തിൽ വന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് 2 കാര്യങ്ങൾ. ഒന്ന്, കോൺഗ്രസ് ഇല്ലാതാകും എന്നുവെച്ചാൽ പലരും പല വഴികളിൽ പോകും. 2, ഘടകകക്ഷികളെല്ലാം പല വഴികളിലൂടെ പോകും. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫും RSPയും ഫോർവേഡ് ബ്ലോക്കും CMBയും കേരള കോൺഗ്രസ് ജേക്കബും എല്ലാവരും പല വഴികളിൽ പോകുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ RSPക്കൊന്നും സീറ്റില്ല. ജേക്കബിനുണ്ട് ഒരെണ്ണമുണ്ട്. പിന്നെ കാപ്പൻ ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവർക്കും പല വഴികളിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ്. കാരണം എന്തായാലും ഇത്തവണ ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഘടകകക്ഷികളൊക്കെ
വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ പിന്നീട് അവിടെ ആയിരിക്കും ഇതിൻ്റെ എല്ലാം കൂടി വിലപേശൽ നടക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.